അമേരിക്കയും ഇസ്രയേലും ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു, അങ്ങനെയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചു എന്ന വിവരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഈ നീക്കത്തിനെതിരെ അതിശക്തമായ മുന്നറിയിപ്പാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകൾക്ക് എന്താണോ സംഭവിച്ചത് അതുപോലെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നിങ്ങളുടെ കപ്പലുകൾക്കും നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ മുജ്തബ ഖാംനഈ തന്നെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മാസത്തിലധികം യുദ്ധം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഒരു ആക്രമണം ഇറാൻ നടത്തിയില്ല എന്ന ചോദ്യമുണ്ട്. തീർച്ചയായും അതിന് വ്യക്തമായ മറുപടികൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇറാൻ അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആക്രമിച്ചിട്ടില്ല. മാത്രമല്ല, ഗുരുതരമായ ചില ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിട്ടില്ല. കാരണം അത് യുദ്ധം കുറച്ചുകൂടെ ഗൗരവമായ തലങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ വലിയ രൂപത്തിൽ തകർക്കുക എന്ന് വെച്ചാൽ അത് പിന്നീട് അമേരിക്ക അവരുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അത് കാരണമാകും. അതൊരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങും എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ കപ്പലുകൾക്ക് നേരെ ഉപയോഗിച്ച ആയുധങ്ങൾ പോലും അതിന്റെ പ്രവർത്തനങ്ങളെയും കാര്യക്ഷമതയും തകർത്ത് മിസൈൽ ആക്രമണം നടത്തി അതിലുള്ള റഡാർ സംവിധാനങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു വിമാനവാഹിനി കപ്പലിന്റെയും ഡിസ്ട്രോയറുകളും എല്ലാം ആക്രമണ ശേഷി നശിപ്പിക്കുന്ന ആക്രമണങ്ങളാണ് ഇതുവരെ നടത്തിയത്. അതിശക്തമായ ഒരു ആക്രമണം അവർ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഇറാന്റെ നാവികസേനയുടെ കമാൻഡർ ഷെഹറാനി ഇറാനി പറഞ്ഞിരിക്കുന്ന അദ്ദേഹം വ്യക്തമായൊരു വാർണിംഗ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഏറ്റവും ഗുരുതരമായ ഒരു ആയുധം, ഒരു രഹസ്യ ആയുധമുണ്ട്. അതൊരു പക്ഷേ ട്രംപ് അടക്കമുള്ള അമേരിക്കക്കാർക്ക് അവർക്ക് ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ കാണുകയാണ്. അത്രയും ഗുരുതരമായിരിക്കും ആ ഒരു ആയുധമെന്ന് അവർ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾക്കിവിടെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇറാൻ ഈ യുദ്ധത്തിന്റെ സമയത്ത് അവർ മാറ്റിവെച്ചിരുന്ന ബങ്കറുകളിലേക്കോ അല്ലെങ്കിൽ ഭൂമിനടിയിൽ അതിനെ ഒളിപ്പിച്ച് അവർ മാറ്റിവെച്ചിരുന്ന പല ആയുധങ്ങളും ഇപ്പോൾ പുറത്തെടുക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇതുപോലുള്ള ആയുധങ്ങൾ അവർ മാറ്റിവെച്ചത് എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. യുദ്ധത്തിന്റെ തന്ത്രമാണ് എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുക എന്നതല്ല, അതിശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് യുദ്ധതന്ത്രം. അതേ സമയത്ത് അതൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരം നഷ്ടപ്പെടുന്നതിന്റെ അവസാന ഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ചില ആയുധങ്ങളായിരിക്കും. നമുക്കറിയാം, അമേരിക്ക ആണെങ്കിലും ഇസ്രയേൽ ആണെങ്കിലും അതുപോലെ പല രാഷ്ട്രങ്ങൾക്കും അണവായുധമുണ്ട്. എന്നാൽ അത് യുദ്ധത്തിന്റെ തുടക്കം തന്നെ വിജയിക്കാൻ വേണ്ടി അതങ്ങ് ഉപയോഗിക്കുക എന്നത് ശരിയല്ല. അതിശക്തമായ ആയുധങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുകയില്ല. പക്ഷെ ഇറാൻ ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ അതിരഹസ്യമായ, അതൊരു ആണവ ആയുധങ്ങളാകണമെന്നില്ല, പക്ഷേ അത്രയും ശക്തമായ ഏത് ലക്ഷ്യങ്ങളെയും തകർക്കാൻ പറ്റിയ ചില ആയുധങ്ങളുണ്ട്, അത് ഞങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അൽ ജസീറ പറയുന്നത് അവർ മാറ്റിവെച്ചിരുന്ന ഇറാന്റെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും വ്യോമാക്രമണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർ മാറ്റിവെച്ചിരുന്ന പല ആയുധങ്ങളും വാഷിംഗ്ടൺ ഇറാൻ ട്രംപ് വീണ്ടും യുദ്ധം തുടങ്ങാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിശക്തമായ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ വീണ്ടും അവരുടെ ശക്തി പുനർനിർമ്മിക്കുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ഈ യുദ്ധം ആരംഭിക്കുന്ന ആദ്യ ദിവസം തന്നെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഡിഫൻസ് സിസ്റ്റങ്ങൾ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നോ എല്ലാം ഇമ്പോർട്ട് ചെയ്ത വളരെ പ്രധാനപ്പെട്ട സിസ്റ്റങ്ങൾ ഈ യുദ്ധത്തിൽ ഇറാൻ ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമാക്കിയിട്ടില്ല. അതെല്ലാം മാറ്റിവെച്ചതാണ് എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണം യുദ്ധത്തിന്റെ ആദ്യ സ്റ്റേജിൽ മാക്സിമം പവർ ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തും. ഒരുപക്ഷെ 100-200 യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് ആക്രമണം നടത്തിയാൽ അത്രമാത്രം ലക്ഷ്യങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ പൂർണ്ണമായും പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർന്നു പോകും. പിന്നെ യുദ്ധം തുടരുമ്പോൾ അത് വലിയൊരു പ്രയാസമായി മാറും. അതുകൊണ്ട് ആദ്യഘട്ടങ്ങളിലുള്ള ആക്രമണങ്ങളെ അതല്ലാത്ത രീതിയിൽ പ്രതിരോധിക്കുക, ചിലതെല്ലാം ലക്ഷ്യങ്ങളിൽ പതിക്കുകയും ചെയ്യും. അതേസമയം യുദ്ധം വീണ്ടും തുടർന്നു പോകുന്ന ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങൾ നടത്താൻ കഴിയില്ല. അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവുകയില്ല. ആ സമയത്ത് പ്രതിരോധ സംവിധാനങ്ങൾ ഘട്ടം ഘട്ടമായി പ്രവർത്തിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട രീതി. ഇതൊരു വലിയ യുദ്ധതന്ത്രമാണ്. ആ രീതിയിലാണ് ഇറാൻ യുദ്ധത്തിന്റെ ആരംഭഘട്ടത്തിൽ ചെയ്തത് എന്ന് നമ്മുടെ ഒരു നിരീക്ഷണം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സാധൂകരിക്കുന്ന കാര്യം തന്നെയാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇറാന്റെ IRGC ഏത് ആയുധത്തെ കുറിച്ചാണ് ഇത്രയും ഗുരുതരമായി അമേരിക്കക്കാർക്ക് അറ്റാക്ക് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ആയുധം എന്താണ് എന്ന് റഷ്യൻ ഫെഡറേഷന്റെ ന്യൂസ് നെറ്റ്വർക്ക് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്,
ഇത് പ്രധാനമായും അമേരിക്ക ഇത്രയും ഭയപ്പെടുന്ന ആയുധം എന്ന് പറയുന്നത് രണ്ട് ആയുധങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് പ്രധാനമായും CM-302 എന്നറിയപ്പെടുന്ന ചൈനയുടെ ക്രൂസ് മിസൈലാണ്. ഈ ആയുധം യുദ്ധം 28-ാം തീയതിയാണ് ആരംഭിച്ചിരുന്നത്. എന്നാൽ ആ 24-ാം തീയതി റഷ്യയുമായി ഇറാൻ ഒരു ധാരണയിൽ എത്തിയിരുന്നു, ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു ഈ CM-302 എന്നറിയപ്പെടുന്ന ഈ മിസൈലുകൾ ഇമ്പോർട്ട് ചെയ്യാൻ. പക്ഷെ അത് യുദ്ധഘട്ടത്തിൽ അത് നടന്നിരുന്നില്ല. എന്നാൽ ഈ ഒരു വെടിനിർത്തൽ കാലയളവിൽ അത് ഇറാനിൽ എത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. രണ്ടാമത്തേത്, ലോകത്തെ തന്നെ ഏറ്റവും വേഗത കൂടിയ ടോർപിഡോ ഹൂത്ത് എന്നറിയപ്പെടുന്ന ഇറാൻ തന്നെ നിർമ്മിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ടോർപിഡോയാണ്. ഏകദേശം അതിന് 300 അല്ലെങ്കിൽ 350 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ സാധിക്കുമെന്നതാണ് അതിന്റെ പ്രത്യേകത. ഈ രണ്ട് ആയുധങ്ങൾ ഉപയോഗിക്കും എന്നതായിരിക്കും ഇറാൻ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് എന്തുകൊണ്ട് ഇറാൻ ആക്രമിച്ചില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പറഞ്ഞത്. ഈ കപ്പലുകൾ ആക്രമിക്കുന്നതെല്ലാം അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില മേഖലകളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഡ്രോണുകൾ, അതുപോലെ തന്നെ ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതേ സമയത്ത് അതിനെ പൂർണ്ണമായും മുക്കിക്കളയുന്ന അല്ലെങ്കിൽ അത്രയും ഗുരുതരമായ, അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ സ്വാഭാവികമായും യുദ്ധം നമ്മൾ കരുതിയതിന്റെ എത്രയോ അപ്പുറത്തായിരിക്കും. അമേരിക്ക അവരുടെ മാക്സിമം പവർ ഉപയോഗിച്ച് ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാനെ ഏതെങ്കിലും വിധത്തിൽ തകർത്ത് കളയാൻ ശ്രമിക്കും. അത് യുദ്ധത്തിന്റെ കാഠിന്യം വർദ്ധിക്കും എന്ന് ഇറാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഇറാൻ ഈ യുദ്ധം മെല്ലെ ക്രമേണ നീട്ടിക്കൊണ്ടുപോവുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് അവർ വെടിനിർത്തലിൽ നിന്നും വഴങ്ങാതിരുന്നത്. കാരണം ഈ യുദ്ധം നീണ്ടുപോകുക എന്നത് അമേരിക്കക്കും ഇസ്രായേലിനും ഏറ്റവും വലിയ യുദ്ധതലങ്ങളിൽ പരാജയത്തിലേക്ക് അത് എത്തിക്കും. അവരുടെ ആയുധ ശേഖരങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല, അത് തന്ത്രപരമായ ഒരു തകർച്ചയിലേക്ക് അമേരിക്കയെയും ഇസ്രായേലിനും എത്തിക്കും എന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് പെട്ടെന്നുള്ള ഒരു യുദ്ധം എന്നതല്ല, ക്രമേണ ഈ യുദ്ധത്തിലേക്ക്, ഗൗരവ തലങ്ങളിലേക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും കൊണ്ടെത്തിക്കുക എന്നതാണ് ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ദീർഘകാല യുദ്ധമാണ് ഇറാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ആക്രമണങ്ങൾ നടത്താതിരിക്കുക എന്നതാണ് ഇറാൻ പ്രധാനമായും ശ്രദ്ധിച്ചത്. അതേസമയം അവരുടെ ലക്ഷ്യം നേടാൻ പ്രധാനമായും ഉപയോഗിച്ചത് ഹോർമുസ് കടലിടുക്ക് അടക്കുക എന്നതാണ്. ഇത് പെട്ടെന്ന് അമേരിക്കയെ ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നതിലേക്ക് എത്തിക്കും. നമുക്കറിയാമല്ലോ, ഇപ്പോൾ റൂബിയോ തന്നെ പറഞ്ഞത് സാമ്പത്തികപരമായ ഒരു ആണവായുധമാണ് ഇറാൻ ഹോർമുസിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ ആ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ആര് വന്നാലും അവർ മാക്സിമം പവർ ഉപയോഗിച്ച് ആക്രമിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് അമേരിക്കയോ അല്ലെങ്കിൽ ലോകത്ത് ഒരു രാഷ്ട്രം പോലും ഹോർമുസ് കടലിടുക്കിലേക്ക് ഇറാന്റെ വെല്ലുവിളിയെ മറികടന്നുകൊണ്ട് അങ്ങോട്ട് തിരിക്കാൻ ശ്രമിക്കാതിരുന്നത്. എന്തായിരുന്നാലും വലിയൊരു ആക്രമണത്തിന്റെ സാധ്യതയാണ് ഇപ്പോൾ വീണ്ടും നിലനിൽക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്.